നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാട്യം ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബീന അവതരിപ്പിച്ചത്. 28,74,74,981 കോടി രൂപ വരവും 28,21,59,928 കോടി രൂപ ചെലവും 31,15,053 ലക്ഷം രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. പാട്യം ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ വാർഷിക കരട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബഡ്ജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബീന അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയ്ക്ക് 2026-27 വർഷത്തിൽ ബഡ്ജറ്റിൽ 1,85 ലക്ഷം രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി 41 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. രൂപയും വകയിരുത്തുന്നു. മാലിന്യം ശുചിത്വം പദ്ധതികൾക്കായി 32.79 ലക്ഷം, കുടിവെള്ളം ജലസ്രോതസ്സുകളുടെ നവീകരണം പദ്ധതികൾക്ക് 1.02 കോടി രൂപയും വകയിരുത്തുന്നു. പശ്ചാത്തല മേഖലയ്ക്കും നല്ല പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 3 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള എല്ലാ റോഡുകളും ടാർ ചെയ്യുകയും മറ്റു റോഡുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്യുക എന്നതുമാണ് ഈ ഭരണസമിതി ലക്ഷ്യമിടുന്നത്. പൊതുമരാമത്ത്, ഊർജം ഈ വിഭാഗത്തിൽപ്പെടുന്ന പദ്ധതികൾക്ക് 3.29 കോടി രൂപ ബജറ്റിൽ നീക്കിവെക്കുന്നു. ഇതിൽ റോഡുകൾക്ക് 3.09 കോടി രൂപയും ഊർജ മേഖലയിൽ 22 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാഴ്ചപ്പാട് ആമുഖ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതിന് ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ് വാർഷിക പദ്ധതിയും അവതരിപ്പിക്കുന്ന ബജറ്റിലും ഊന്നൽ നൽകിയിട്ടുള്ളത്. നിലവിലുള്ള വിഭവ സ്രോതസ്സിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള വികസന ചട്ടക്കൂട് തയ്യാറാക്കുക, മൃഗസംരക്ഷണ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികളും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷീരമേഖലയിൽ പാട്യം ക്ഷീരോത്പാദക സംഘം, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ ഒരു നൂതന പദ്ധതി ബഡ്ജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. ഹൈടെക് ഡയറി ഫാം നിർമ്മാണവും പ്രൊഡക്റ്റ് യൂണിറ്റ് ആരംഭിക്കാനും പദ്ധതിക്ക് വേണ്ടി 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബഡ്ജറ്റ് സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും അവസാനത്തേതുമായ ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടും സാംസ്കാരിക ഊർജ്ജത കൊണ്ടും സാമൂഹ്യ പരിവർത്തനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ നാടാണ് പാട്യം. അതുകൊണ്ട് തന്നെ ഓരോ വർഷത്തെയും ബജറ്റ് അവതരണത്തെ വളരെ ശ്രദ്ധയോടെയാണ് സമൂഹം വീക്ഷിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി 51 ലക്ഷം രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തുന്നത്. പാർപ്പിട മേഖലയ്ക്ക് 92.5 ലക്ഷം രൂപയും വയോജന മേഖലയ്ക്ക് 18.28 ലക്ഷം രൂപയും ഭിന്നശേഷി മേഖലയ്ക്ക് 16.7 ലക്ഷം രൂപയും വനിതകളുടെ വികസനത്തിനായി 33.17 ലക്ഷം രൂപയും പട്ടികജാതി വികസനത്തിനായി 8.5 ലക്ഷം രൂപയും പട്ടികവർഗ വികസനത്തിനായി 27.17 ലക്ഷം രൂപയും വകയിരുത്തുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബീന അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 28,52,74,981 രൂപ ആകെ വരവും 28,21,59,928 രൂപ ചിലവും 31,15,053 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനുരാഗ് പാലേരി, കെ ബാബു, ഷൈനി ഇ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, പനൂർ.